അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരം. മലപ്പുറം സ്വദേശികളായ 2 പേരാണ് വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത്. വിവരങ്ങളുമായി റിയാസ് കെ.മാർ ചേരുന്നുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില കൂടി ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ ഏത് സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ നൽകുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് കാർത്തു. അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ രീതിയിൽ ആശങ്ക പടർത്തിക്കൊണ്ട് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഈ ഒരു മാസത്തിനിടെ 4 മരണമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ മരണം ഇന്നലത്തേതായിരുന്നു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള രതീഷ് എന്ന് പറയുന്ന 47-കാരൻ കഴിഞ്ഞ ഒരു മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണപ്പെട്ടതായിരുന്നു. ഇപ്പോഴിത് അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് ഒരു 54 വയസ്സുകാരി മലപ്പുറം സ്വദേശിനിയായിട്ടുള്ള വണ്ടൂർ സ്വദേശിനിയായിട്ടുള്ള 54-കാരിയെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഗുരുതര നിലയിൽ പ്രവേശിപ്പിച്ചത്. അവർ വെന്റിലേറ്ററിലാണ്. മറ്റൊരാൾ കാസർഗോഡ് സ്വദേശിയാണ്. മലപ്പുറം സ്വദേശികളാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായി തന്നെ ചികിത്സയിൽ തുടരുന്നത്. നിലവിൽ 12 പേർ അവിടെ ചികിത്സയിലുണ്ട്. ആ 12 പേരിൽ 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. 10 പേരുടെ ഒരു ആരോഗ്യസ്ഥിതിയിൽ വലിയ ഒരു ഗുരുതരാവസ്ഥയില്ല, എങ്കിലും അവർ നിരീക്ഷണത്തിലാണ്. ബാക്കി ഗുരുതരാവസ്ഥയിലുള്ള ഈ 2 പേർ, കാസർഗോഡ് സ്വദേശിയും മലപ്പുറം സ്വദേശിനിയായിട്ടുള്ള 54-കാരിയും വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യവകുപ്പ് അവരുടേതായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ 54-കാരുടെ രോഗ ഉറവിടം സംബന്ധിച്ചൊരു വ്യക്തത കൈവന്നിട്ടില്ല. ആ ഒരു കാര്യം ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. എങ്ങനെയാണ് ഇവർക്ക് ഒരു രോഗം പടർന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. കർത്തും ശരി, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗം അതിവ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം സ്വദേശികളായ 2 പേരാണ് നിലവിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ 12 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലുള്ളത്. റിയാസ് കെ.മാർ ആണ് വിവരങ്ങൾ നൽകിയത്.